ജനപ്രിയതയുടെ നാടോടി മന്നനും ശൃംഗാരവേലനുമൊക്കെയായി മലയാള സിനിമയിലെ താരമൂല്യമുള്ള നടനായ ദിലീപും മലയാള സിനിമയെ ലോക പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ പ്രമുഖ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഒന്നിച്ച ചിത്രമാണ് പിന്നെയും. ഒരു കാലത്തെ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ജോഡിയായിരുന്ന ദിലീപും കാവ്യമാധവനുമാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. വാണിജ്യ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്തും കഥാവശേഷൻ, അരികെ തുടങ്ങിയ കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ ഭാഗമായി ദിലീപ് എന്ന നടൻ നിലനിന്നിരുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിലേക്കും പ്രേക്ഷകനെ ആകർഷിക്കുന്നത്. കൂടെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ. നിങ്ങളുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരന്, അതും നല്ല പഠിപ്പും ഡിഗ്രിയുള്ള ഒരാൾക്ക്, ഒരു ചെറിയ ക്ലാർക്ക് ജോലി പോലും കിട്ടുന്നില്ലെന്നാണോ? നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ജോലിയൊന്നും ശരിയാകാതിരിക്കുകയും എന്നും പുതിയ ജോലിക്കായുള്ള അന്വേഷണവുമായി നടക്കുന്ന പുരുഷോത്തമൻ നായർ എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. പണവും രാഷ്ട്രീയവും എക്സ്പീരിയൻസും ഒക്കെയാണ് പ്രധാന അളവുകോൽ എന്ന നിലയിലേക്ക് ജോലിക്കുള്ള മാനദണ്ഡങ്ങൾ മാറുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗൾഫിലേക്ക് ജോലി തേടി പോകുന്ന പുരുഷോത്തമൻ നായരും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതമാണ് പിന്നെയും എന്ന ചിത്രം പറയുന്നത്. സ്കൂൾ ജീവനക്കാരിയായ ഭാര്യ ദേവിയും 6 വയസ്സുള്ള മകളും ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം. പുരുഷോത്തമൻ നായരായി ദിലീപും ഭാര്യ ദേവിയായി കാവ്യമാധവനും എത്തുമ്പോൾ ദേവിയുടെ സഹോദരൻ കുട്ടനായി ഇന്ദ്രൻസ്, അച്ഛനായി നെടുമുടി വേണു, അമ്മാവനായി വിജയരാഘവൻ, പുരുഷോത്തമന്റെ സഹോദരിയായി ശ്രിന്ദ, ഇവരെ കൂടാതെ നന്ദു, അക്ഷര കിഷോർ, സുധീർ കരമന തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തി. കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട പ്രായത്തിലൊക്കെ ഞാൻ ഓരോ ആശുപത്രിയിൽ സൂക്കേടായിട്ട് കിടക്കുക. അച്ഛനും അമ്മയ്ക്കും ഞാൻ ഉണ്ടാക്കിയ ദുരിതം കുറച്ചൊന്നുമല്ല. സിനിമയിലെ ഏറ്റവും ശക്തമായ പ്രകടനങ്ങൾ ഇന്ദ്രൻസിന്റെയും കാവ്യമാധവന്റെയുമായിരുന്നു. ദീനം പിടിച്ച ജീവിതത്തിലെ ഓരോ നോട്ടങ്ങൾ പോലും ഇന്ദ്രൻസ് ഗംഭീരമാക്കി. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന വീട്ടമ്മയായും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയായും നിസ്സഹായതയിലും സന്തോഷത്തിലും കൈയടക്കമുള്ള പ്രകടനമായിരുന്നു കാവ്യമാധവൻ്റേത്. അവസാന ഭാഗങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാവുന്നു. ദിലീപ് എന്ന നടനെ ഉപയോഗിച്ച ചിത്രം കൂടെയാണ് പിന്നെയും. ജോലിയില്ല, വരുമാനമില്ല, പക്ഷെ കല്യാണം കഴിച്ചു. അത് തെറ്റായിപ്പോയി സാർ. കഥാഗതിയിൽ കുടുംബജീവിതവും അതിൻ്റെ താളവുമൊക്കെയായി മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഒരു ത്രില്ലർ സ്വഭാവവും സിനിമയ്ക്ക് കൈവരിക്കുന്നുണ്ട്. ഇതുവരെ കണ്ട അടൂർ കാഴ്ചകളിൽ നിന്നും മാറി ഒരു പുതിയ അവതരണത്തിൻ്റെ അനുഭൂതി പ്രതീക്ഷിക്കാൻ വക നൽകുന്നുണ്ടെങ്കിൽ കൂടിയും പിന്നീട് അടൂരിൻ്റെ സിനിമയിലേക്ക് തന്നെയാണ് അത് പോകുന്നത്. സിനിമയോട് ഏറ്റവും അധികം ചേർന്ന് നിന്നത് ബിജുപാലിൻ്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. കഥാപാത്രങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സംഗീതം വളരെ മികച്ചു നിന്നു. MJ രാധാകൃഷ്ണൻ്റെ ഛായാഗ്രഹണം നല്ലതായി. സിനിമ പറയുന്ന കാലഘട്ടം ഏതാണെന്ന് പ്രേക്ഷകന് തന്നെ സംശയം ഉളവാക്കുന്നു. ഏകദേശം 20 വർഷത്തിൻ്റെ വ്യത്യാസം പറയുന്ന കാലഘട്ടങ്ങൾ മുന്നേ കഴിഞ്ഞതാണോ അതോ ഇനി വരാനിരിക്കുന്നതാണോ എന്ന സംശയവും. തിരക്കഥയിലെ പാളിച്ചകളിൽ ടെക്നോളജിയുടെ വരവിനെ മുന്നേ കൊണ്ടുവച്ച അനുഭവം. നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് സഹായിക്കണം, എനിക്ക് വേറെ ആരുമില്ല. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾക്കിടയിലെ അതിനാടകീയതയും ആസ്വാദനത്തെ ബാധിക്കുന്നു. പുരുഷോത്തമൻ നായരുടെ മകളായി അഭിനയിച്ച കുട്ടിയുടെ പ്രകടനം അച്ചടി ഭാഷ എഴുതി വായിക്കുന്നത് പോലെയായിരുന്നു. ജീവിതത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന വേളകളിൽ നിറഞ്ഞു നിൽക്കുന്ന മികച്ച അഭിനയ മുഹൂർത്തങ്ങളാണ് സിനിമയുടെ ഏറ്റവും നല്ല വശം. അവസാനത്തോടടുക്കുമ്പോൾ എന്താണിതൊക്കെയും എന്ന് പ്രേക്ഷകന് തന്നെ തീരുമാനിക്കാമെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് സംവിധായകൻ കട്ടുപറയുമ്പോൾ സാധാരണ പ്രേക്ഷകന് മൊത്തത്തിൽ കൺഫ്യൂഷൻ. ആസ്വാദനത്തിൻ്റെ മാത്രമായ സിനിമാ കാഴ്ചകളിൽ എന്നും അടൂർ സിനിമകൾ വ്യത്യസ്തമായിരുന്നു. ജീവിതത്തിലെ പകർത്തെഴുത്തുകളായിരുന്നു എന്നും അവ. അത്തരമൊരു ജീവിത കാഴ്ച തന്നെയാണ് പിന്നെയും എന്ന ചിത്രം പറയുന്നതെങ്കിലും ചിത്രത്തിലെ കാഴ്ചപ്പാടുകളിലേക്ക് പോവുക എന്നത് അല്പം പ്രശ്നമുള്ള കാര്യം തന്നെയാവുന്നു. നമ്മളൊക്കെ കോളേജിൽ പോയ കാലം പോലെ അല്ല, ഇപ്പം എല്ലാം തലതിരിഞ്ഞ. അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കരുതെന്നാ ആൺപിള്ളാരും ഇപ്പോഴത്തെ പെൺപിള്ളാരും വിചാരിക്കുന്നത്. അടൂർ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ടിക്കറ്റ് എടുക്കാം. അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിലയിരുത്താം. അടൂർ ചിത്രങ്ങളിലെ മോശമല്ലാത്തൊരു ചിത്രമായി ഒതുങ്ങുന്നു പിന്നെയും. ക്ലാസ് ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് പിന്നെയും തുടരുന്നു. പ്രായമാകുമ്പോൾ ഉപദേശിക്കൽ കൂടുമെന്നാ പറയുന്നത്. അതും റിട്ടയർ ചെയ്ത സാറന്മാരാകുമ്പോൾ ചെറുപ്പക്കാരൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്കും ഈ ചിത്രത്തെ വിലയിരുത്താം. അതിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് സിനിബി. മൂവി ബൈറ്റിൻ്റെ സിനിമാ റിവ്യൂകൾ നിങ്ങൾക്ക് സിനിബിയിലും കാണാം. സിനിബിയിൽ ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 60. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.